അപ്പോൾ ഗൈസ് ഞങ്ങൾ വെൽക്കം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സൗണ്ട് താഴ്ത്തിയാണ് സംസാരിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾ ഏട്ടനെ വെഡിങ് ആനിവേഴ്സറി വാങ്ങിക്കാൻ പോയി ഡബ് ചെയ്തോട്ടെ. വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് മേടിക്കാനാണ് ഇപ്പോൾ അവിടെ ഏട്ടനുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വലിയ പച്ചക്കള്ളം മറാട്ടാണ് ഏട്ടനെ കൊണ്ടുപോകാൻ. നാളെ കഴിഞ്ഞാൽ ഒരു ദിവസം ഉള്ളൂ നമുക്ക്. മറ്റന്നാളാണ് ആനിവേഴ്സറി. ഏട്ടൻ്റെ കണ്ണ് മേ ബി ഏട്ടൻ ചിലപ്പോൾ ഡൗട്ട് മിക്കവാറും തോന്നിയിട്ടുണ്ടാവും. സ്വാഭാവികം. 8 വർഷമാവറല്ലേ. 8ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് മുമ്പായിട്ട് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് നിഖിലിൻ്റെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളത് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ കട്ട് ചെയ്ത് നമ്മൾ പറയാൻ പോണത് എന്താണ് വായിക്കാൻ പോണത് ജ്വല്ലറിയിൽ കാണിച്ചിട്ട് എന്താ പറയാൻ എന്താ വായിക്കാൻ പോണത്. അപ്പം അതെ, ഇങ്ങനെ ചുണ്ടനക്കിട്ട് ഡബ് ചെയ്താൽ മതി. അപ്പോൾ അവർ കുറച്ച് നാട്ടിൽ കേൾക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത് കൂർപ്പിച്ചാൽ മതി. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നുണ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കൊടുങ്ങല്ലൂർ ഒരു പ്രൊമോഷൻ ഉണ്ട്. അപ്പം അത് കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഏട്ടന് തൊണ്ടവേദന, അതുകൊണ്ട് ഏട്ടൻ ഞാൻ ചോദിച്ചു ഏട്ടൻ വരണോ, ബുദ്ധിമുട്ടാവും, ഞാൻ ലീഡ് നിങ്ങൾ പൊക്കോ എന്നാണ്. പിന്നെ നിർബന്ധിക്കാനൊന്നുമില്ല. പോളിസി. അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങട്ടെ. ഓക്കെ, എൻ്റെ ചുരിദാർ നോക്കുന്നത് ഇങ്ങനെ ഉണ്ട്. ചുരിദാർ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചുരിദാർ. അതെ അതെ, ചുങ്കിടി ചുരിദാർ ഷാളാണ് എനിക്കല്ല, എൻ്റെ അമ്മയ്ക്ക്. അത് പൈസ അപ്പോൾ ഇതേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തുട്ടാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന് ഒരു നവരത്നത്തിൻ്റെ മോതിരം, കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു കുറി ഉണ്ടായിരുന്നു, സ്വർണ്ണക്കുറി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഏട്ടന് ഒരു മാല മേടിച്ചു കൊടുത്തിട്ടുണ്ടായി. അത് ഉള്ള മാല കുറച്ചും കൂടി കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊരു ലോക്കറ്റും മേടിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. എന്താ പറയുക, ഇപ്പോൾ സ്വർണ്ണം എടുക്കാൻ സാധാരണക്കാരനായ ഒരാൾക്ക് എന്തായാലും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ അത്ര ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ കാശിമോൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അറിഞ്ഞാണൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തെന്തെങ്കിലും മേടിക്കാനായിട്ട്, അവനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കാനായിട്ട്. അപ്പോൾ അത് കൊടുത്തിട്ടും പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസയും കൂടെ കൂട്ടിയിട്ടാണ് ഞാനത് മേടിക്കണേ കേട്ടോ. എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഭയങ്കര സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ട്. ഇത്രയും വില കൂടിയത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്കറിയാം നവരത്നമോതിരം ഇപ്പോഴായപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ആൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറയും അതൊന്നും ഇടാനുള്ള യോഗ എനിക്കില്ലേടി എന്നാണ് എപ്പോഴും പറയാം. പക്ഷേ നമ്മൾ വിചാരിച്ച് നടക്കാത്തതില്ലല്ലോ. അച്ഛൻ്റെ എൻ്റെ എടുക്കണേന്ന് ആദ്യം ഞാൻ നവരത്നമോതിരം നോക്കിയത്, എന്നിട്ട് ബാക്കി അനുസരിച്ചിട്ട് ലോക്കറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു കുറി ഇവിടെ ഉണ്ടായിരുന്നു. ആ കുറി കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് മോതിരമൊക്കെ ഇടിയിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഏട്ടനൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്താ പറയുക, ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ വ്രതം അങ്ങനെ ചില മോതിരമൊക്കെ ഇടുമ്പോൾ നമ്മൾ നോണൊന്നും കഴിക്കാൻ പാടില്ല പറയില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. ആ രത്നങ്ങൾ മൊത്തം നമ്മുടെ സ്കിന്നിൽ ടച്ച് ആവണം എന്നൊക്കെയാണ് പറഞ്ഞത്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏട്ടൻ്റെ അധികം പോളിച്ചുള്ളതൊന്നും ഏട്ടന് ഇഷ്ടമല്ല, കുറച്ച് ഒതുങ്ങിയതായ എന്ന് വെച്ചിട്ട് വെയിറ്റ് ഉള്ളതായിട്ട് നമ്മൾ ഈ ഒരു മോതിരമാണ് ഏട്ടന് എടുത്തത് കേട്ടോ. എനിക്ക് ഭയങ്കര എനിക്കൊരു ഇടിവള ഭയങ്കര ഇഷ്ടമാണ് ആണുങ്ങൾ ഇടുന്നത്. പക്ഷേ ഇടിവളയ്ക്കൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. ഇപ്പോഴത്തെ സ്വർണ്ണ വില കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലേ. പക്ഷേ സ്വർണ്ണം എന്ന് പറയണത് എന്നൊക്കെയൊരു അസറ്റാണ്. ഇതാണ് എൻ്റെ കാശിമോൻ്റെ കുഞ്ഞു കുഞ്ഞു വളകളും അരഞ്ഞാണവും കൊടുത്തിട്ടാണ് കേട്ടോ. മേ ബി ഏട്ടൻ എന്നെ ചീത്ത പറഞ്ഞേക്കാം അത് കൊടുത്ത് വേറെ മേടിച്ചതിന്. പക്ഷേ അത് കുറേ നാളെ എന്തെങ്കിലും കൊടുത്ത് വേറെ സാധനം എന്തെങ്കിലും മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ കുറച്ച് കയ്യിലുള്ള ക്യാഷും ഇതൊക്കെ കൂട്ടി വരുമ്പോൾ എനിക്കൊരു ലോക്കറ്റും കൂടെ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. ഇത് കൊടുക്കുമ്പോൾ ഏട്ടൻ ഭയങ്കര ഹാപ്പി ആവുന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്താ പറയുമ്പോൾ വലിയ വലിയ ഗിഫ്റ്റുകൾ കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന മാക്സിമം നല്ല വലിയ ഗിഫ്റ്റാണ് ഏട്ടനെ കൊടുക്കുക, ഏട്ടനെ അത്ര സന്തോഷിപ്പിക്കാൻ. തിരിച്ച് ഏട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സമയം. പക്ഷേ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു സാരി മേടിച്ച് തന്നേ പറ്റും, എനിക്ക് സാരി വേണം, സാരി മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാരി എന്തായാലും ഉണ്ടാവും എന്ന് എനിക്കറിയാം. പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് കുറച്ച് നാളായി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇത് ചേട്ടൻ അറിയില്ലേന്ന് കേട്ടോ. വെഡിങ് ആനിവേഴ്സറി ഏപ്രിൽ 29-നായിരുന്നു. അത് കൊടുത്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു കൃഷ്ണൻ്റെ ഇങ്ങനത്തെ ലോക്കറ്റ്സൊക്കെ ഏട്ടന് ഇഷ്ടമാണ്. അന്നും നമ്മൾ ഈ ഒരു ലോക്കറ്റ് മേടിക്കാൻ വന്നപ്പോൾ ലോക്കറ്റിന് നമുക്ക് പൈസ തികഞ്ഞില്ല. കുറിക്ക് നമുക്ക് ഇത്രയും ഉണ്ടാവുമല്ലോ, ഇത്രയും ചിട്ടി ഉണ്ടാവില്ല, സ്വർണ്ണ ചിട്ടി ഉണ്ടാവില്ല. ഈ
ഒരു അതിനേക്കാളും കൂടുതലായിരുന്നു. നല്ല പൈസയല്ലേ നമ്മുടെ സ്വർണ്ണത്തിന്. അതുകൊണ്ട് നമ്മൾ പണ്ടത്തെ പോലെ കയ്യിലുള്ള പെറുക്കി വെച്ചെടുക്കാൻ മാത്രമുള്ള ഉണ്ടാവില്ല. അത്രയും ഒരു എമൗണ്ട് 1 ഗ്രാമിനൊക്കെ കൊടുക്കാമെന്ന് പറയുമ്പോൾ നമുക്കത് വേണ്ടാന്ന് തോന്നും. അപ്പോൾ ഗൈസ് എനിക്ക് ഭയങ്കര സന്തോഷം. ഈ ഒരു മോതിരം ഏട്ടന് മേടിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു മോതിരമാണ് നമ്മൾ ഏട്ടന് മേടിച്ചത്. പിന്നെയെന്ന് പറയുന്നത് ഇത് ഡെയിലി ഇടില്ല. ഏട്ടൻ്റെ വർക്ക് എങ്ങനെയായിട്ട് ഹൈഡ്രോളിക് മെക്കാനിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഏട്ടന് മോതിരങ്ങൾ സ്വർണ്ണങ്ങളൊന്നും ഇടാൻ പറ്റില്ല. പെട്ടെന്ന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ മോതിരം അതിലൊക്കെ ഗ്രീസ് കയറിയിരിക്കുന്ന കാരണം അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഇടത്തുള്ളൂ. എന്നാലൊരു സന്തോഷം. പിന്നെ അച്ഛന് നമ്മൾ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്ത മോതിരം ഇത്തിരി ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ മേടിച്ചിട്ട് അതൊന്ന് മാറ്റി ഇത്തിരി കൂടെ വലിയ മോതിരം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ ഒരു സൈസ് ഏകദേശം ഒരു ഇതിൽ ഞങ്ങൾ നോക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെടുത്തു. പക്ഷെ വിചാരിച്ചതേക്കാളും ഇച്ചിരി എമൗണ്ട് കൂടിപ്പോയി. എന്നാലും ഞാനത് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വന്ന് നിൽക്കണം കേട്ടോ. ഇത് കേട്ടോ അപ്പോൾ ഗൈസ് ഇതേ നമ്മൾ ഗോൾഡൊക്കെ മേടിച്ചു. ഇനി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. വീട്ടിലേക്ക് പോണേക്കാൾ മുമ്പ് നമ്മളൊരു ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് സലാഡല്ല ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടാണ് പോയത്. വീടെത്തിയപ്പോൾ നിഖിൽ പറഞ്ഞു നമുക്ക് തുടരും സിനിമ കാണാം. റിലീസായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോയിട്ട് അപ്പം വീഡിയോ ഭയങ്കരമായിട്ട് ലേറ്റ് ആയതാണ്. അപ്പം നമ്മൾ പോകുമ്പോഴും സഞ്ജപ്പം വന്നിട്ടുണ്ടല്ലോ എന്നത്തേക്ക്. അപ്പോൾ സഞ്ജുവിനെയും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും എടുത്തിട്ടാണ് പോണത്. പക്ഷേ ഏട്ടന് പെട്ടെന്നൊരു പനി വന്നു. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി വേണമെന്ന് പറഞ്ഞു. എങ്ങനെ വെച്ചാൽ നമുക്ക് വയ്യായുടെ അത്രയും ഹൈ ലെവലാകുമ്പോഴേ മനുഷ്യൻ വല്ലതും മരുന്ന് കഴിക്കുള്ളൂ. മേ ബി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഗിഫ്റ്റൊക്കെ മേടിക്കാൻ പോയതാണ് കേട്ടോ. മാഡം ലിപ്സ്റ്റിക് ഇടാ നോക്കട്ടെ. ഇല്ല സഞ്ജുവും ശാന്തും ബൈക്കിന് വരും. അച്ഛനമ്മ നമുക്ക് വണ്ടിയിൽ എടുക്കാം. എടുക്കണം. എന്നിട്ട് അവിടെ അതെന്താ ഞങ്ങളപ്പോൾ സമയമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഷോ എന്ന് പറയുന്നത് എത്ര മണിക്കാണെന്ന് അറിയാമോ? 11:55 നമ്മുടെ ഷോ വരുന്നത്. അപ്പം 11:55 അതെ 11:55 ഷോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി. നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളെ വീടിൻ്റെ അവിടുത്തെ മല്ലൂസ് മക്കാനി എന്നാണ് കഴിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ലീനമ്മയാണെങ്കിലും മെഡിക്കൽ ഷോപ്പിലുണ്ടായിരിക്കും. അവർ കട മാറുന്നതുകൊണ്ട് അവിടെ തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞത്. കടയിൽ തന്നെയായിരിക്കും അമ്മ. അപ്പം അമ്മേനെ എടുത്തിട്ട് അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മുടെ അച്ഛനമ്മേനെയും എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ച് ലീനമ്മേനെ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് കേട്ടോ. സഞ്ജു മാമ സഞ്ജു ആന്റി കാശി ആന്റി മാറിയ സിജി പിംപിൾസ് പിംപിൾസ് ഓ മൈ മാമിൻ കുഞ്ചു 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 അല്ലൂടെ വന്നേ അവനും വേണ്ടേ? അല്ലുകുട്ടാഷ്മിക്കല്ലേ അപ്പോൾ ഗോയ്സ് നമ്മളിതേ മല്ലൂസ് മക്കാനയിൽ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്.
നമ്മൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഫുസോ ഉണ്ട്. പണ്ടൊക്കെ അവിടെയാണ് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ റോഡ് പണിയൊക്കെ വന്നപ്പോൾ അതെന്തോ ക്ഷയിച്ച പോലെ ആയിപ്പോയി ഗൈസ്. അതായത് അവിടെ ആരും വരാണ്ടായി. അപ്പം നമ്മൾ കീത്തുതേ വിശേഷങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഞ്ജുവിനെ വന്നിട്ട് അവൾ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ പറയാം ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയോ എക്സ്ട്രാ കാണിക്കരുത് സഞ്ജു. അപ്പോൾ നമ്മൾ ഫുഡ് എല്ലാവർക്കും പല 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 ഫുഡാണ് പറഞ്ഞത്. അപ്പോൾ ചാന്തു ഷവർമയാണ് പറഞ്ഞത്. ചാന്തുവും പാറും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ അമ്മയും ഷവർമയാണ് പറഞ്ഞത്. ഞാൻ നോർമൽ ഇവിടുത്തെ ബീഫ് ദോശ ഭയങ്കര സ്പെഷ്യലാണ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ബീഫ് ദോശ. ബീഫ് ദോശയുണ്ട്, ഷവർമ ദോശയുണ്ട്, ചിക്കൻ ദോശ, അങ്ങനെ പല ടൈപ്പ് വെറൈറ്റി ദോശകളുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ച് നമ്മളത് അവിടെ അടുത്ത് തന്നെ VB മാളിലാണ് സിനിമ കാണാൻ വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. അപ്പോൾ ഗീത്തു അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. ഭയങ്കര അച്ഛനെങ്ങനെന്ന് വെച്ചാൽ ഒന്ന് പതപ്പിച്ച നന്നായിട്ട് പതയും ഗൈസ്. പക്ഷേ മുരുക്കിൻ്റെ സ്വഭാവമാണ്. അത് നമ്മുടെ കുട്ടനല്ല കേട്ടോ കണ്ണൻ. മുരുക്കിൻ്റെ സ്വഭാവവും കൽക്കണ്ടത്തിൻ്റെ മനസ്സും, അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അച്ഛനോട് നിങ്ങൾക്ക് മേടിച്ചൊക്കെ തരാൻ പറഞ്ഞാൽ അച്ഛനത് എങ്ങനെയാലും മേടിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാള്. നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് മുമ്പുള്ള ഷോ ഫുള്ള് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പുറത്ത് എവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. സ്റ്റെപ്പ് ഇറങ്ങ്. അപ്പോൾ ഗൈസ് ഈ സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ഈ സിനിമ കാണാൻ ഇത്രയും തിരക്ക്. ഈ ഒരു തിരക്കല്ല കേട്ടോ, ഇത് സ്റ്റാർട്ടപ്പാണ്. അതായത് നമ്മൾ ചെന്നപ്പോൾ ഇങ്ങനൊരു തിരക്കായിരുന്നു. അപ്പം അച്ഛൻ്റെ പോപ്കോൺ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ പിള്ളേരൊക്കെ ഇപ്പോൾ കിടന്നിറങ്ങും. കാരണം 12 മണി അവനെ പോണത്. പിന്നെ ഞങ്ങൾക്ക് ശ്വാസം വിടാനുള്ള സ്പേസ് ഇല്ല. അത്രയധികം ജനങ്ങൾ 12 മണിയുടെ ഷോ തുടങ്ങാൻ വേണ്ടിയിട്ട്. അഞ്ചെന്തിൽ പറയാമെന്നാണോ നീ പറഞ്ഞോ? നല്ല തിരക്കാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് കിറിഞ്ഞിരിക്കുക. സമയം ഇപ്പം എത്ര മണി ചന്തു? 11:45, 11:55 കഴിഞ്ഞ സമയം. 12 മണി സമയം. ബാക്കി എല്ലാവരും ഓക്കെയാണ്. പക്ഷെ രാവിലെ ചെയ്തിട്ട് ജോലിക്ക് വേണം. വീടേക്ക് ഉച്ചയ്ക്കാനും പോയാൽ മതിയാവും. അതാണ് ടാസ്ക്. നാളെ എന്താ പരിപാടി? ഡോക്ടർ തോന്നുന്നു. നാളെ സിനിമയുടെ ഇൻ്റർവെല്ലായപ്പോണ്ടല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന പോലെയായിരുന്നു. കാരണം എനിക്ക് എക്സൈറ്റ്മെൻറ്റ്. TV ആണെങ്കിൽ എനിക്ക് പോവായിരുന്നു. ടെൻഷനായിരുന്നു എനിക്ക്. അടുത്തതെന്ത്. ഈ അടുത്തൊന്നും ഇത്രയ്ക്കും അടാറ് സിനിമ കണ്ടിട്ടില്ല. അതായത് നമ്മൾ കൊടുത്ത പൈസയ്ക്ക് മുതലാണ്. തുടരൊരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അവരെന്തായാലും വാച്ച് ചെയ്യണം. കാരണം നഷ്ടമായിരിക്കും ഗൈസ്. നമ്മൾ ഒരു 3 മണി 3:30 എങ്ങാണ്ടായി സിനിമ കഴിഞ്ഞ സമയത്തിട്ടാ. വീടെത്തിയപ്പോൾ 4:30. ഞങ്ങൾ വീടെത്തിയപ്പോൾ 4:30 മണിയായി. എന്തായാലും സിനിമ ഭയങ്കര അടിപൊളി. നമുക്ക് പൈസ കൊടുത്തതിന് മുതൽ മുടക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് എടുക്കലും നമ്മുടെ വീട്ടുകാരായിട്ട് ഒന്ന് പുറത്തേക്ക് പോലും അവർക്ക് സിനിമ കാണിച്ചു കൊടുക്കലും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇൻ്റർവെല് സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കണം. കാരണം നമുക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഉറക്കം വന്നിട്ടുണ്ടായില്ല. കാരണം ഈ സിനിമ കണ്ടിട്ട് ആരും കിടന്ന് ഉറങ്ങില്ല ഗൈസ്. ബൈ. വണ്ടി കിട്ടൂല്ലോ. അതൊക്കെ പോയിട്ടാ അപ്പോൾ ഗൈസ് വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ നെക്സ്റ്റ് ഡേ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി ഞങ്ങൾ സിനിമാ കഥ വിശേഷങ്ങൾ പറയാനായിട്ടായിരിക്കും കുറച്ച് നേരം ഇരിക്കുന്നത്. വീടെത്തുന്ന വരെ സിനിമാ കഥ പറച്ചിലായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ വെഡിങ് ആനിവേഴ്സറി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ, സീ യു. പകുതി കിടന്നുറങ്ങിയില്ല. ഉച്ചക്ക് ഇൻട്രോലൊക്കെ ഇപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ TV ആയിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു തോന്നി. എനിക്ക് ടെൻഷനായിട്ട് ഫുള്ള് നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. പാട്ടം ഗൈസ്.